അപ്പോൾ ഞാൻ ചുമ്മാ കിടന്ന് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടൊരു കാര്യമാണ് ഈ ഒരു വാൾ ഹാങ്ങർ. ഇത് ഞാൻ 3D പ്രിന്റ് ചെയ്തൊരു വാൾ ഹാങ്ങറാണ്. പക്ഷേ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു ഡ്രസ്സൊന്നും ഇല്ലാത്ത സമയത്ത് ആ ഒരു നോബ് മാത്രം കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ സെറ്റപ്പാണ്. പൊതുവെ വാൾ ഹാങ്ങേഴ്സ് എൻ്റെ ഒരു അറിവിൽ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു നോർമൽ ഒരു ഹുക്ക് മാത്രമുള്ളൊരു ടൈപ്പാണ് പൊതുവേ നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതൊരു പ്രൊഡക്റ്റായി ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റായി എടുത്തുകൂടാ എന്നൊരു ഒരു ഒരു തിങ്കിങ് വന്നു. അപ്പോൾ നമുക്ക് ഫൈനലി ഒരു പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുകയാണ്, വാൾ ഹാങ്ങർ. എസെൻഷ്യൽ ഗിയറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് ശ്രീജിത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി നമ്മുടെ പ്രൊഡക്റ്റ് വാൾ ഹാങ്ങറാണ്. വാൾ ഹാങ്ങർ ഓൺലൈനിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അപ്പോൾ പ്രീമിയം ആയിട്ട് എന്തൊക്കെ വാൾ ഹാങ്ങേഴ്സ് ഓൺലൈൻ, ഇപ്പോൾ മെയിനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള വെബ്സൈറ്റിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിലോട്ട് പോയിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ആ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലോട്ട് നമ്മൾ വന്ന് പ്രീമിയം വാൾ ഹുക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഇതെല്ലാം. ഇപ്പോൾ ഇതിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഹുക്ക് വരുന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. എല്ലാം ചീപ്പാണ്, വിലക്കുറവാണ്. പക്ഷേ ഈ നോർമൽ ഒരു ഹാങ്ങർ മാതിരിയുള്ള ഒരു ഹുക്ക് വരുന്നൊരു ഒരു ഒരു ടൈപ്പ് സാധനമാണ് ഫ്ലിപ്കാർട്ടിൽ മൊത്തം ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇതേ തന്നെ പ്രൈസ് ഹൈ ടു ലോ, ഏറ്റവും കോസ്റ്റ്ലി സാധനം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും സെയിം ഐറ്റംസാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രീമിയം മാറ്റി വാൾ ഹുക്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുതന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഇല്ല. അതിൽ വലിയ വാൾ ഹുക്സ് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമില്ല. എല്ലാം ഏകദേശം ഒരേ ടൈപ്പ് സാധനങ്ങളാണ്. എല്ലാം എന്താ പറയുക, സിമിലർ ഐറ്റംസാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലും അതേപോലെ തന്നെ നോർമൽ ഈ മെറ്റൽ ടൈപ്പ് ഹുക്കും അങ്ങനെ വരുന്ന ഐറ്റംസാണ്. നമ്മൾ നേരെ ആമസോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ അതേപോലെ പ്രീമിയം വാൾ ഹുക്കിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഐറ്റംസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ ഹുക്ക് ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് എല്ലാം വരുന്നത്. ഒരു എസ്തെറ്റിക് ലുക്ക് വരുന്ന മാതിരി ഒരു ഐറ്റംസ് ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മളതിൽ പ്രീമിയം മാറ്റി ഇതിൽ വാൾ ഹുക്സിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ എല്ലാം സിമിലർ സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. ദർ ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഹിയർ. ലൈക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു നല്ലൊരു ഐറ്റമാണ് ഈ വാൾ ഹുക്ക് എന്ന് പറയുന്നത്. മേ ബി വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്ന രണ്ട് വെബ്സൈറ്റിൽ ഒന്നാണ് ആമസോണും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടും. ഈ രണ്ട് മെയിൻ സ്ട്രീം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നല്ലൊരു ഹുക്സ് ഒന്നും കാണാനില്ല. സോ വിൽ ട്രൈ ടു ഇംപ്രൂവ് ഇറ്റ്. നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്ത് മെറ്റീരിയൽ ഇതിൽ ഉപയോഗിക്കണം, ഇനി നമുക്കിതിൽ വർക്കൗട്ട് ചെയ്യും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് ഈ നോർമൽ ഹുക്ക് എന്നുള്ളൊരു സംഭവം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ, നമുക്ക് എന്തെങ്കിലും പുതിയ എന്താ പറയുക മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, കുറച്ചുകൂടി എസ്തെറ്റിക് ലുക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് ഷോയിന് വേണ്ടിയിട്ട് കുറച്ച് പ്രീമിയമായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഒരു ഐറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു മോക്കപ്പ്, ഒരു സ്കെലട്ടൺ, ഒരു ഇനീഷ്യൽ മോക്കപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് കിടക്കാം. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്ക് പോകും. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് എന്താണ് പ്രൊഡക്റ്റ്, എന്ത് രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്തതിന് ശേഷം വരാം. 3 days later. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ തോന്നിയത് അക്രിലിക് വെച്ച് നമുക്ക് ഹുക്ക് ഉണ്ടാക്കാം. അക്രിലിക് നല്ലൊരു മീഡിയമാണ്. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഗ്രാഫിക്സ് പ്രിൻ്റൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ സൈഡിൽ. അപ്പോൾ നോർമൽ അക്രിലിക്കാണ്, ഞാനതൊരു സാമ്പിളിന് വേണ്ടി കട്ട് ചെയ്തെടുത്താണ്. ലേസർ കട്ട് ചെയ്ത് നമ്മുടെ ഡിസൈർഡ്
എന്താ പറയുക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷേപ്പ് നന്നായി തോന്നി, ഒരു റൗണ്ടഡ് സ്ക്വയർ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഒരു മോക്കപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് 2 ടൈപ്പിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സ്ക്രൂ ചെയ്യാൻ ടൈപ്പിൽ ഒരു സൈഡ് ഹോളുള്ള, ഇത് വാളിൽ പിടിപ്പിച്ചിട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടൈറ്റ് ആയി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഹുക്ക് ഇത് നമുക്കിങ്ങനെ വാളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ ഹാങ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഗ്രാഫിക്സ് ഡിസൈൻ, എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു പോർഷനെ കാണും. ഇപ്പോൾ തുണി നമ്മളിപ്പോൾ ഹാങ്ങറിൽ തുണി ഇട്ടില്ലെങ്കിലും ഈ ഒരു സൈഡ് കാണുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക, ഇങ്ങനത്തെ 2-3 നമുക്ക് അടുത്തടുത്ത് ഇരിക്കുന്ന സമയത്ത് ഹുക്സ് ഇരിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു ഡിസൈനായിട്ട് തോന്നി. അപ്പോൾ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സപ്ലയേഴ്സിനെയും മാനുഫാക്ചറേഴ്സിനെയും വിളിച്ചിട്ടുണ്ട്. ഇതിലെങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇനിയൊരു മോഡല് ചെയ്തത്, ഇത് നമുക്ക് എല്ലാവിടെയും നമുക്ക് ചിലപ്പോൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സൈഡ് ഗമ്മുള്ള മാതിരി ഒരു സ്റ്റിക്കി ടൈപ്പ് നമുക്ക് വാളിൽ, ഇപ്പോൾ ടൈൽസിലൊന്നും നമുക്ക് പെട്ടെന്ന് ഡ്രിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ടൈൽസ് പൊട്ടിപ്പോയാലും. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിക്കുന്ന ടൈപ്പ് ഇതും കൂടി വേണം. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇത് കേട്ടില്ലേ, ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. ഒരു ഗമ്മാണ്, ഇത് നമ്മുടെ അക്രിലിക്കാണ്. ഇതിപ്പോൾ ഒരു ചെറിയ 2mm അക്രിലിക്കാണ് ഞാൻ സാമ്പിളിന് വേണ്ടി ചെയ്തത്. മേ ബി കുറച്ചുകൂടി തിക്കായിട്ട് ചെയ്താൽ നമുക്കൊരു ലൈക്ക് എന്താ പറയുക, ഒരു ബബിൾ എഫക്റ്റ് ഒക്കെ വരും. നമുക്ക് എന്താ പറയുക, ഈ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ വരും, ലിക്വിഡ് ഡ്രോപ്പ് എഫക്റ്റ് ഒക്കെ വരും. അപ്പോൾ അതുപോലെ കുറച്ച് കട്ടിയിൽ ഒരു 5mm ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സാമ്പിൾസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ പ്രിന്റ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയുക, എങ്ങനെ ഇതിൽ പ്രിന്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് ഞാൻ ഒരു 10 മിനിറ്റ്സിനകത്ത് തീർക്കാൻ നോക്കിയിട്ടിരിക്കുകയാണ് എല്ലാ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും മേ ബി ഈ ഒരു വാൾ ഹുക്ക് നല്ലൊരു ഷേപ്പിലോട്ടെത്തി. നമുക്കിത് എങ്ങനെ പ്രിന്റ് ചെയ്യാം, എന്താ ചെയ്യാം, എന്തൊക്കെ ടൈപ്സ് ഓഫ് പ്രിന്റിംഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ദിസ് ഈസ് ശ്രീജിത്ത് സൈനിങ് ഓഫ്. ബൈ.